അവിൽ മിൽക്ക് അരിച്ചിട്ടേ അതിന്ന് കിട്ടുന്ന പാല് കുടിക്കുമ്പോൾ വേറൊരു ലെവലാണെന്ന് പറഞ്ഞിട്ട് അത് അരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് ഈ ഒരു പാല് കുറച്ചെങ്കിലും കിട്ടുക എന്ന് എനിക്കറിയില്ല ഗൈസ്. ഇത് ആകെ ഇത്രയും അരിച്ചിട്ട് ഇത്രയും കിട്ടി. എനിക്കിങ്ങനെ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത് നട്ട്സും അവലും പഴം ഒന്നും അവനക്ക് ഇഷ്ടമായിട്ടില്ല. ഇഷ്ടമാവാഞ്ഞിട്ടല്ല, അവന് വിചാരിച്ചാൽ അവനക്ക് അതന്നെ നടത്തണം എന്നൊരു വാശിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മറ്റേ സംഭവമൊക്കെ അവിടെ വെറുതെ വേസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു സംഭവം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. കാരണം വേറെ കൂടുതലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, വിശപ്പൊന്നും മാറിയിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഒന്നും പറയാൻ കോലില്ലല്ലോ, അങ്ങനെയാണല്ലോ കാട്ടി വെച്ചിട്ടുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോന്നിട്ട് ഇനിയിപ്പോൾ ഈ എന്താ വെച്ചാൽ കാണിക്കുന്നു പറഞ്ഞു. കൂടുതൽ ഞാൻ അവിടെ നിന്ന് അവൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നല്ലപോലെ കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു കേട്ടോ. അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കാക്കും അനിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വീടിൻ്റെ ഉള്ളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പോയതായിരുന്നു. കാക്കു വന്നിട്ട് ഇവിടേക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. കാരണം ഈ ഒരു സ്ഥലമോ ഞങ്ങൾ നിൽക്കുന്നതോ വീടോ ഒന്നും അവന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എന്തായാലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ നാളെ വാർപ്പാണ്, അപ്പോഴേക്ക് നാളെയല്ല മറ്റന്നാളാണ് വാർപ്പ്. അപ്പോൾ പിന്നെ എന്തായാലും അപ്പോഴും വരണം. പക്ഷെ എന്നാലും വന്നിട്ട് വിടുത്തിട്ടൊന്നും വന്നിട്ടില്ലല്ലോ എന്നുള്ളൊരിതിക്ക് അവനും അനിയും കൂടെ വന്നതാണ് കേട്ടോ. ആണെങ്കിൽ ഞാൻ എടാപോടാവിലേക്ക് തന്നെയാണ് വിളിക്കാറുള്ളത്. കാരണം ഞങ്ങൾ ഏജിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. മഗ്‌രിബ് ആയപ്പോഴേക്ക് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം റോഡൊക്കെ ഭയങ്കര മോശമാണ്, പിന്നെ പൊടിയാണ്. അപ്പോൾ എന്തായാലും രാത്രി ആകുമ്പോഴേക്ക് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് ചെരുപ്പം കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. അങ്ങനെ അതാ ടാറ്റയും പറഞ്ഞിട്ട് അവർ പോകാൻ കേട്ടോ. ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ടിട്ട് കാക്കു ഭയങ്കര ചിരിയാണ് കേട്ടോ. ആദ്യക്കുട്ടിൻ്റെ ആ ഒരു നൃത്തം കാണുമ്പോൾ അവനക്ക് അവരുടെ കൂടെ പോകണം എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ സ്കൂളും മദ്രസും ആവുകൊണ്ട് ഞാൻ അങ്ങനെ എവിടേക്കും ഞാൻ അങ്ങനെ പറഞ്ഞേക്കാറില്ല കേട്ടോ. സ്കൂളും മദ്രസും മുടക്കിയിട്ടുള്ള പോക്കൊന്നും അങ്ങനെ അവരെ ഞാൻ പറഞ്ഞു വിടാറില്ല. മഗ്‌രിബ് ബാങ്ക് കൊടുത്തു, സച്ചും ഫാദിയും ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.